Hello students, we come to one more example to make clear the concept of gradient and divergence of functions defined on Rn plus 1 and which are real valued functions. The earlier example was x1 plus x2, f of x1 equal to x1 plus x2, dou f by dou x1 1, dou f by dou x2 1, fx എന്നാണ് എഴുതാം fy1 they are constants. So at every p del fp അത് പിയിൽ വെക്ടർ അസൈൻ ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. del fp ഈക്വൽ ടു p11 ഏത് പോയിന്റ് എടുത്താലും p ഏത് x1 x2 ഇപ്പൊ എങ്ങനെയും കാണാതെ തന്നെ p x1 x2 എന്നുള്ള കോർഡിനേറ്റ്സാ, പിന്നെ അങ്ങേറ്റത്തായിരിക്കും ഏത് വെക്ടറാണ്. ഇത് രണ്ട് വേരിയബിൾസേ ഉള്ളൂ. അപ്പൊ ഇതാണ് അസൈൻ ചെയ്യപ്പെടാൻ പോകുന്ന വെക്ടർ. ഇത് ഏതൊരു പോയിന്റ് p യെയും റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതി കാണാം. p11 എഴുതാം, x1 x2 11 എന്നൊക്കെ എഴുതാം. del of p. ഗ്രേഡിയന്റ് എടുത്തപ്പോൾ എന്താ? ഗ്രേഡിയന്റ് is a scalar function. This is gradient. Divergence is a real number represented by dou f by dou x1 fx plus dou f by dou y fy. ഇത് 1 plus 1 equal to 2 always. എല്ലായിടത്തും ഇത് കോൺസ്റ്റന്റ്. ഇത് 1 1 എന്ന് പറയുന്ന വെക്ടർ എല്ലാ പോയിന്റിലും അസൈൻ ചെയ്തു. ഇത് എപ്പോഴും ഡൈവർജൻസിന്റെ വാല്യൂ 2 എന്നാണ് കാണുന്നത്. ഇറ്റ് മേ ഡിപ്പെൻഡ് ഓൺ ദ പോയിന്റ് x1 x2. ഇത് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലായിടത്തും 1 1 ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. എല്ലായിടത്തും ഡൈവർജൻസ് 1 ആണ്. അത് x1 plus x2 എന്നുള്ള ഫംഗ്ഷന്റെ പ്രത്യേകത കൊണ്ടാണ്. മേ ഡിപ്പെൻഡ് ഓൺ ദ പോയിന്റ്. ടു സീ ദാറ്റ് we come to the example f of x1 x2 equal to x1 square plus x2 square. Then del f p, by definition del f p equal to x bar of p equal to p x of p. p x of p. x of p defines the rule for which we can assign a vector at the point p. p യിൽ അസൈൻ ചെയ്യേണ്ട വെക്ടർ ഏതാണ് എന്ന് തീരുമാനിക്കുന്ന റൂളാണ് x of p. Here we can write p del f p ആകുമ്പോൾ dou f by dou x1 at p. അതിങ്ങനെ ഡിനോട്ട് ചെയ്യാം. dou f by രണ്ട് വേരിയബിൾസ് ആണ് ഇവിടെ കാണുന്നത്. dou f by dou x2 at p ഇങ്ങനെ എഴുതാം. ഇനി ഇങ്ങനെയും എഴുതാം. p x1 x2 ആണ്. അപ്പോൾ ആദ്യം ഇങ്ങനെയും കാണാം x1 x2. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാണുന്ന p യെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. Then dou f by dou x1 വേണം fx എന്ന് എഴുതാം. fx at p, fy at p. ഇങ്ങനെയൊക്കെ കണ്ടാലും ഇത് സെയിം ആണ് എന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ x1 x2 ന് പകരം p എന്ന് എഴുതുവാണേ. dou f by dou x1 എന്താ? 2x1. dou f by dou x2 എന്താ? 2x2. അപ്പൊ മുമ്പ് കണ്ട പോലെ അല്ല, എല്ലാ പോയിന്റിലും 1 1 ആയിരുന്നു മുമ്പ്. അപ്പൊ ഇത് ഓരോ പോയിന്റ് x1 x2 ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ഇവിടെ നിന്ന് മനസ്സിലാവും. ദാറ്റ് ഈസ് del f at 1 1. 1 1ലെ del f കണ്ടുപിടിക്കണമെങ്കിൽ എന്നാ വേണ്ടേ? p11 ആണ്. p11 p ആ ഞാൻ എഴുതി. 1 1 കഴിഞ്ഞ് കോമയുടെ ആവശ്യമില്ല. എല്ലാം നമ്മൾ കോമ ഇട്ടങ്ങ് ലിസ്റ്റ് ചെയ്യുക. 1 1 2x1 x1 equal to 1. this is x1. del f p ആണ് x1 x2. കമ്പോണൻസ് കൂടുതലാണ് x1 x2 x3 എക്സെട്ര അങ്ങനെ പോകണം. അപ്പൊ x1 1 x2 1. അപ്പൊ x1 1 ആയതുകൊണ്ട് 2x1 2, 2x2 എന്ന് പറയുന്നത് 2. 1 1 അങ്ങനെയായിരിക്കും. അവിടെ വേണമെന്നില്ല, നമുക്ക് 1 0 നോക്കാം. del f at 1 0. പക്ഷെ മുമ്പിലത്തെ കേസിൽ അങ്ങനെ അല്ല. എവിടെയാണെങ്കിലും നമ്മൾ 1 1 കൊടുക്കുന്നത്. ഇവിടെ ഇപ്പൊ 1 1 2 2 കൊടുക്കുന്നത്. അടുത്ത പോയിന്റ് 1 0, അതാണ് p. ഇപ്പോഴത്തെ p കഴിഞ്ഞ p 1 1 ആണ്. ഈ പിയിലാകുമ്പോൾ എന്ത് ചെയ്യണം? 2x1 അത് 2, x1 x2 ന്റെ പെർട്ടിക്കുലർ വാല്യൂസ് കൊടുക്കും. 2x2 2 into 0 അത് 0 എന്നാവും. സോ when we draw the vector field, x bar of p defines a vector field by the rule of the function vector valued function x of p. ഇതൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ കമ്പോണന്റ് 2x1, രണ്ടാമത്തെ കമ്പോണന്റ് x of p യുടെ ഫസ്റ്റ് കമ്പോണന്റ് വേണം x1 എന്ന് വിളിക്കാം, സെക്കൻഡ് കമ്പോണന്റ് x2 എന്ന് വിളിക്കാം. x1 x2 റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. പക്ഷെ നമ്മളുടെ വെക്ടർ x of p assigns to each point 2 components. അതൊരു വെക്ടർ വാല്യൂഡ്
സ്കെയിലാർ അല്ല, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. രണ്ട് കമ്പോണൻസിനെ തന്നില്ല ഈ റൂൾ, അതുകൊണ്ട് അതൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. 1 നമുക്ക് അസൈൻ ചെയ്യേണ്ടത് 2നെയാണ്. 2 എന്ന് പറയുന്ന വെക്ടർ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ 2 എന്ന് പറയുന്ന വെക്ടർ ഇതാ, 2 ആണ് ഇതാ. അപ്പൊ 1 അസൈൻ ചെയ്യേണ്ടത് 2നെയാണ്. ഇത്ര അങ്ങോട്ട് പോകണം. ഇതാണ് 1 കൊടുക്കേണ്ടത്. 10 ഇതാ 10. 10 നമ്മൾ കൊടുക്കേണ്ടത് 20ആണ്, അതിന്റെ ഇരട്ടി. ഇതാകുമ്പം 1 യൂണിറ്റ്, ഇതാകുമ്പോൾ 2 യൂണിറ്റ്. ഇതാണ് 20 ഞാനിപ്പോൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. സോറി, 10 അസൈൻമെന്റ് 20. അപ്പോൾ ഇതുപോലെ ചെയ്യണം. ഇനി -1 എന്നുള്ള പോയിന്റ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് 2x1 -2 1 ആകുമ്പോൾ 2x2 2 -2 2 കൊടുക്കണം. -2 2 എന്ന് പറയുമ്പം ഇതാണ്. അപ്പോൾ -2 2 എന്ന് പറയുന്ന വെക്ടർ ഞാനിപ്പോൾ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് വരയ്ക്കാം. നമുക്ക് കൊടുക്കേണ്ടത് -1 1 -2 2. അപ്പോൾ അതിങ്ങനെ ഇരിക്കും. അതിന്റെ ഇരട്ടിയാണ് ശരിക്കും കൊടുക്കുന്നത്. -1 0 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. അവിടെ കൊടുക്കേണ്ടി വരുന്ന അതിന്റെ ഇരട്ടി -2 0. -2 0 ആകുമ്പോൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന വെക്ടർ. അത് പക്ഷെ എവിടെ കൊടുക്കണ്ടേ? -1 0. ഇവിടെ തുടങ്ങി 2 യൂണിറ്റ് നമുക്ക് ഇടത്തേക്ക് മൂവ് ചെയ്യേണ്ടി വരും. വേണമെങ്കിൽ വേറൊരു മഷി ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ തുടങ്ങി 2 യൂണിറ്റ് ഇടത്തേക്ക് മാർക്ക് ചെയ്യും. ഇതാണ് നമുക്ക് -1 0 മാർക്ക് ചെയ്യേണ്ട വെക്ടർ. 1 0 അപ്പോൾ ഇതിന്റെ ഒരു റൂള് മനസ്സിലാക്കിയതനുസരിച്ച് നമുക്കിനി പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അറിയാതെയും പറയാം. ഇപ്പൊ ഈ പോയിന്റിലാണെങ്കിൽ ഞാൻ എന്നാ ചെയ്യണ്ടേ? അതിന്റെ ഇരട്ടി. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ. അപ്പോൾ അതിന്റെ ഇരട്ടി അവിടെ തുടങ്ങി മാർക്ക് ചെയ്യേണ്ടി വരും. ആ പോയിന്റിലാകുമ്പോൾ ഏകദേശം ഇങ്ങനെ. ഇവിടെ ആകുമ്പം ഇതിന്റെ ഇരട്ടി. ഇത് ഏതാ ഈ പോയിന്റ്? 1 0 നമ്മൾ വന്നെത്തിയത് 2 0 2 അതിന്റെ ഇരട്ടി 4 0 മാർക്ക് ചെയ്യേണ്ടി വരും. 4 0 ആകുമ്പോൾ ഇത് 2 0 4 0 ഒറിജിനിൽ നിന്ന് ഇവിടം വരെ. അപ്പോൾ ഒറിജിനിൽ നിന്ന് 4 0 വരുന്ന ആ വെക്ടറിനെ എടുത്ത് മാറ്റി 4 യൂണിറ്റ്സ് മാറ്റി ഇവിടുന്ന് കൊടുക്കണം. അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ടത്. ഇതാണ് ∇f. അത് ഓരോ ∇f at 1 1 1 1 2 2 ആണ്. ∇f at 1 0 വേറെയാണ്. 1 0 2 0 എന്നുള്ള വെക്ടറിനെയാണ് അസൈൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഫിഗറിൽ എല്ലായിടത്തും 1 1 അസൈൻ ചെയ്തിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എല്ലായിടത്തും 1 1 അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലാണെങ്കിലും 1 1 ആയിരുന്നു. ഈ പോയിന്റിലാണെങ്കിൽ 1 1, ഇവിടെയാണെങ്കിലും 1 1, ഇവിടെയാണെങ്കിലും 1 1. അപ്പോൾ ഒരേ വെക്ടർ അല്ലേ നിൽക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, പല പോയിന്റിലും പല വെക്ടേഴ്സ് അസൈൻ ചെയ്യുന്നു. ∇f may depend on the point. അത് എങ്ങനെയാണോ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ നേച്ചർ അതിനനുസരിച്ചിരിക്കും അതിന്റെ വേരിയേഷൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെ ഡൈവേർജൻസും അങ്ങനെയാണ്. മുമ്പത്തെ ഡൈവേർജൻസ് എപ്പോഴും 2 ആയിരുന്നു. ഇവിടുത്തെ ഡൈവേർജൻസ് എന്താവും എന്ന് നിങ്ങൾ നോക്കുക. ഇവിടുത്തെ ഡൈവേർജൻസ് ∂f/∂x1 ∂f/∂x2 നോക്കിയിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ∂f/∂x1 2x1 ആണ്. ∂f/∂x2 2x2 ആണ്. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് f ഈക്വൽ ടു ഡെഫിനിഷൻ ∂f/∂x1 at p plus ∂f/∂x2 at p. ∂f/∂x1 at p 2x1 and ∂f/∂x2 at p 2x2. 2x1 plus 2x2. അപ്പോൾ ഇതിന് മുമ്പിൽ ഡൈവേർജൻസ് ഓഫ് x1 plus x2 എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും 2 ആയിരുന്നു. ഓൾവേസ് 2. ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ദ പോയിന്റ്. ഇപ്പൊ നമ്മൾ ഡൈവ് എഫ് ഇപ്പോൾ 1 1 കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ എന്നാ ചെയ്യണം? x11 x21 കൊടുക്കണം. 2 plus 2 x11 x4 എന്നാവും. ഡൈവേർജൻസ് ഓഫ് എഫ് അതൊരു വെക്ടർ അല്ല, സ്കെയിലാർ ആണ് എന്ന് നിങ്ങൾക്കറിയാം. 1 0 കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ 2 into 1 plus x2 equal to 0. 2 into 0 equal to 2. ഇവിടെ വേറെ വാല്യൂ കിട്ടും. That depends on the point. But we give the general expression. Divergence of f at p. ഈ എഴുതിയത് p equal to x1 ordered pair x1 x2 വാല്യൂ ആ. x1 x2 അനുസരിച്ച് ഇത് മാറും. ഇതും എഴുതുന്നത് അങ്ങനെയാ. at p ആ. at p equal to x1 x2 എഴുതിയ. But the resulting value does not contain x1 and x2 in the case of f of x1 x2 equal to x1 plus x2. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലും വരാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രോബ്ലം കൂടെ ചെയ്തതാണ്. ∇f എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വെക്ടറിനെ അസൈൻ ചെയ്യുന്ന കേസസ് ഉണ്ടാവും. ∇f ഓരോ പീക്ക് അനുസരിച്ചും വേറെ പോയിന്റ്സിനെ അസൈൻ ചെയ്യുന്ന കേസസ് ഉണ്ടാവും. ഡൈവേർജൻസ് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിട്ട് നിൽക്കുന്ന കേസസ് ഉണ്ടാവും. ഡൈവേർജൻസിന്റെ വാല്യൂ എടുക്കുന്ന പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസസ് ഉണ്ടാവും. ഡൈവേർജൻസും ∇f ഒക്കെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എവാലുവേറ്റ് ചെയ്യാൻ അതിന് കോമൺ ആയിട്ടുള്ള ഒരു
ഇക്വേഷൻ ഇതേപോലെ ഉണ്ടാകാം. ഓരോ പോയിന്റിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിലും അത് എവാലുവേറ്റ് ചെയ്യണം. ഡിഫറെന്റ് പോയിന്റ്സ് അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈൻഡ് ദ എൽ എഫ് ഓഫ് പി ആൻഡ് ഗീവ് പർട്ടിക്കുലർ വാല്യൂസ് അറ്റ് 1 1 20 എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിലും ചോദിക്കാം. ഡെൽ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് വെക്ടർ ഫീൽഡ് മാർക്ക് ചെയ്ത് കാണിക്കാൻ നമുക്ക് സാധിക്കും. അതൊക്കെ നമ്മുടെ ആൻസർ കൂടുതൽ ക്ലിയർ ആക്കും എന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുമ്പ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, താങ്ക് യു.